രണ്ട് പൊതനയുടെ ഏരം ഞാൻ നട്ടുവെച്ച് അതിൽ നിന്ന് കിളുത്തുണ്ടായതാണ്. നമുക്കതിനൽപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിന് തണുപ്പുള്ള ഏരിയയിലും നല്ല ഈർപ്പമുള്ള മണ്ണിലുമാണ് ഇതുണ്ടാകുന്നത്. ശുദ്ധമായ മണ്ണിലാണ് ഇതുണ്ടാവുകയുള്ളൂ. പിന്നെ നമ്മളിപ്പം മിൻറ്റ് ലെമൺ ടീ ഉണ്ടാക്കാനായിട്ട് രണ്ട് തണ്ടിൻ്റെ തലയ്ക്കം നമ്മൾ കണ്ടിച്ചെടുക്കുകയാണ്. ഒരു 3-4 ഇല മതി ഒരു തണ്ടയിൽ. നമ്മളത് ചായ തിളപ്പിക്കാനായിട്ട് 2 ഗ്ലാസ് വെള്ളം അളന്ന് ഇൻഡക്ഷൻ കുക്കറിൽ തീ കത്തിച്ച് വയ്ക്കുകയാണ്. അത് തിളച്ച് വരട്ടെ. തിളച്ച് വയ്ക്കുന്ന സമയത്ത് നമുക്ക് മിൻറ്റ് ചെടിച്ചട്ടിയിൽ നിന്നാണല്ലോ നല്ല ശുദ്ധമായ വെള്ളത്തിൽ നമുക്ക് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത മിൻറ്റിൻ്റെ 2 കഷ്ണങ്ങളും 2 ഗ്ലാസ്സിലായിട്ട് ഇട്ട് വെച്ചു. ചായ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. ഒരു ലെമൺ എടുത്ത് നമ്മൾ കഴുകി അത് നാരങ്ങ 2ആയിട്ട് നമ്മൾ മുറിച്ചു. 1 ഗ്ലാസ് ചായക്ക് അര ലെമൺ മതി. 2 ഗ്ലാസ്സിന് നമ്മൾ അര സ്പൂൺ ചായപ്പൊടിയാണ് ഇടുന്നത്. ചായപ്പൊടി ഇട്ട് ഒന്ന് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാം. ഓരോ സ്പൂൺ പഞ്ചസാര ഞാൻ ഓരോ ഗ്ലാസ്സിലും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ചായ അരിപ്പ് വെച്ച് അരിച്ചൊഴിക്കാം. ഇപ്പോൾ സ്പൂൺ ഇട്ടേക്കുന്നത് തിളച്ച ചായ ആയതുകൊണ്ട് ഗ്ലാസ് പൊട്ടാതിരിക്കാനാണ്. ഈ തിളച്ച ചായ വെള്ളത്തിൽ കിടന്ന് ആ മിൻറ്റിൻ്റെ സത്തും ഗുണവും ചായ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കോളും. മിൻറ്റ് തീയിൽ വെച്ച് ഇട്ട് തിളപ്പിച്ചെടുത്താൽ അതിന് വേറൊരു ടേസ്റ്റാണ്. അത് നമുക്ക് കുടിക്കാൻ പാടാണ്. ഫ്രഷായിട്ടുള്ള മിൻറ്റ് ലെമൺ ഉണ്ടാക്കാൻ തീയെ വെച്ച് തിളപ്പിക്കേണ്ട. ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ ചൂട് ചായക്കകത്ത് തിളച്ച വെള്ളത്തിനകത്ത് കാൽമ 2 ഗ്ലാസ്സിൽ നമ്മൾ ഇപ്പം മിൻറ്റ് ടീ എടുത്തിട്ടുണ്ട്. ഇനി മുറിച്ച് വെച്ചേക്കുന്ന നാരങ്ങ കഷ്ണങ്ങൾ 1 ഗ്ലാസ്സിൽ 1 നാരങ്ങയുടെ പകുതി എന്ന കണക്കിന് നമുക്ക് 2 ഗ്ലാസ്സിലും പപ്പാതി വീതം പിഴിയാം. ഈ നാരങ്ങാനീര് പിഴിഞ്ഞതിന് ശേഷം സ്പൂൺ വെച്ച് ഇളക്കരുത്. നാരങ്ങ മുകളിൽ ഇങ്ങനെ പിഴിയാവൂ മാത്രമേ ഉള്ളൂ. ഒത്തിരി ഞെക്കി പിഴിഞ്ഞാൽ അതിൻ്റെ ചൊവ ഇറങ്ങും. അതുകൊണ്ട് ഒത്തിരി ഞെക്കി പിഴിയണ്ട. അതിന് ശേഷം നമുക്ക് ഇത് കുടിക്കാവുന്നതാണ്. അല്പം ആറിയതിന് ശേഷമല്ലേ എല്ലാവരും കുടിക്കുകയുള്ളൂ. ആ സമയം കൊണ്ട് മിൻറ്റിൻ്റെ